നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കർച്ചീഫ് മാറ്റാനാ പറഞ്ഞത്. ഇവിടെ പത്രക്കാരും മീഡിയ ഒന്നുമില്ല. ആ കർച്ചീഫ് അങ്ങ് മാറ്റിയേ. ഇതാരോ മനഃപൂർവ്വം വിളിക്കുന്നത്. അതാരാന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇനി ഒറ്റയ്ക്ക് മുറി അടച്ചിരുന്ന് പഠിക്കായിരിക്കും. എന്തായാലും ഇനി വിളിക്കുമോ നോക്കട്ടെ. നാളെ സ്കൂളിൽ ചെന്ന് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കണം. അതേ ഇനി രക്ഷയുള്ളൂ. ഒരു കഷ്ടമാണ്. കിടന്ന മനസ്സമാനം കിട്ടൂല. ഒരു ഒറ്റത്തവണ കൂടി വിളിച്ചു നോക്കല്ലേ. കിട്ടിയാലും കിട്ടിയില്ല. ഇത് അവസാനത്തെ. ഒരൊറ്റ തവണ. ദൈവമേ, സത്യം എടുക്കണേ. ഇതിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഹലോ ഹലോ, ഇത് ആരാണ്? നിങ്ങളുടെ അടുത്ത് ആരാന്നല്ലേ ചോദിച്ചത്? ഹലോ, ആരാ? ഹലോ മാഡം. മിസ്റ്റർ രോഹിത്, എന്റെ ലാൻഡ് ഫോണിലേക്ക് 2-3 അനോണിമസ് കോളുകൾ വന്നു. അതൊന്ന് ട്രാക്ക് ചെയ്യണം. ശരി മാഡം. എന്നാലും ആരായിരിക്കും അത്? മാഡം, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണോ? ഇവര് സൈബർ സെല്ലിലെ പോലീസുകാരാ. ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞു തന്നില്ലേ? ഓ, ആളെ കിട്ടിയോ? ആളെ കിട്ടി മാഡം. പക്ഷേ പറയാനോ ആളെ കിട്ടിയിട്ട്? അതല്ല മാഡം, ഇവരെ ആളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഞാൻ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിലിപ്പോ എന്ത് ചെയ്യാനാ? ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ് മാഡം. അതിസാഹസികമായിട്ടാ ഞങ്ങൾക്ക് അവനെ കീഴ്പ്പെടുത്താൻ പറ്റിയത്. അവന്റെ ഉദ്ദേശം എന്താണെന്ന് അവൻ വെളിപ്പെടുത്തിയിട്ടില്ല. മാഡത്തിന്റെ മോളെ വിളിച്ച് സൗഹൃദം കൂടി മോഷണമായിരിക്കാം ചിലപ്പോ അവന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഏജൻസിയുടെ ഏജന്റ് ആയിരിക്കാം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാകാനേ സാധ്യതയുള്ളൂ മാഡം. ആളൊരു ക്രിമിനലാണ്. ആദ്യമൊന്നും അവനാണ് ഫോൺ ചെയ്തതെന്ന് സമ്മതിച്ചു തന്നില്ല. പിന്നെ തെളിവുകൾ കാണിച്ചപ്പോഴാണ് അവൻ കുറ്റം സംഭവിച്ചത്. എന്താണ് ലക്ഷ്യമെന്നുള്ള കാര്യം അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല മാഡം. എങ്കിൽ കൊണ്ടുവാ, ഞാനൊന്ന് കാണട്ടെ. എന്റെ മോളുടെ ഫോണിലേക്ക് വിളിച്ച് എന്ത് ഓപ്പറേഷൻ അവൻ പ്ലാൻ ചെയ്തെന്നൊന്ന് അറിയണമല്ലോ. ശരി മാഡം, അവനെ കൊണ്ടുപോടോ. സർ. മാഡം,
ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാ. ഇവരെ ആളെ കൊണ്ടുവന്ന് കേസ് ചാർജ് ചെയ്തതിനു ശേഷം ഞാൻ കാര്യങ്ങൾ അറിയുന്നതും ആളെ കാണുന്നതും. അപ്പോഴേക്കും എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. അതിനെന്താ അനു? അനുവിന്റെ ടെൻഷൻ കണ്ടാ തോന്നുമല്ലോ അനുവിന്റെ ആരെയാണ് പിടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന്. അല്ല മാഡം, അത് ഞാൻ ആളെ കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കേസ് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന്. ഇറങ്ങിങ്ങോട്ട്. മാഡത്തിന്റെ മുഖം കാണിക്കടാ. കർച്ചീഫ് മാറ്റാനാ പറഞ്ഞത്. ഇവിടെ പത്രക്കാരും മീഡിയ ഒന്നുമില്ല. എടോ, ആ കർച്ചീഫ് അങ്ങ് മാറ്റിയേ. ഇതാണ് മാഡം ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിലെത്തുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്ന്. മാഡം അനുവദിച്ച 2 ദിവസത്തിനുള്ളിൽ ഇവൻ എന്ത് ഓപ്പറേഷനാ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. കൂട്ടുപ്രതികൾ ആരൊക്കെ ഉണ്ടെന്നും ഞാൻ പറയിപ്പിക്കാം. മാഡത്തിന്റെ മകളെ സ്കെച്ച് ചെയ്തുകൊണ്ട് എന്തോ വലിയ ഓപ്പറേഷനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആണോ? എന്തിനു വേണ്ടിയാ ലാൻഡ് ഫോണിലേക്ക് എന്റെ മകൾ സത്യ വിളിച്ചത്? എന്തിനാണെന്ന്? മാഡം, കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മാഡത്തിന്റെ പെർമിഷൻ കിട്ടിയിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാം എന്നാ വിചാരിച്ചിരിക്കുന്നത്. മാഡം, എന്താ വേണ്ടത്? തൽക്കാലം ഞാൻ പറഞ്ഞിട്ട് നടപടി എടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. അപ്പോ ഇവൻ? ആ, അത് ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. ഉം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.